നിർമ്മാണ മേഖലയെ വ്യവസായമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി ലെൻസ്ഫെഡ് രംഗത്ത്. നിർമ്മാണ മേഖലയിലെ വിലക്കയറ്റത്തിലടക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ശക്തമായ ഇടപെടലുകൾ ഉണ്ടാവണമെന്നും ലെൻസ്ഫെഡ് ഭാരവാഹികൾ ആലപ്പുഴയിൽ ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലായ നിർമ്മാണ മേഖല പൂർണ്ണമായും തകർച്ചയുടെ വക്കിലാണെന്ന് ലെൻസ്ഫെഡ് ആലപ്പുഴ ജില്ലാ സമിതി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധ സാഹചര്യങ്ങളും ഇന്ധനവില വർധനവും മറയാക്കി വൻകിട കമ്പനികൾ കൃത്രിമമായ വിലക്കയറ്റം സൃഷ്ടിക്കുകയാണെന്ന് ജില്ലാ സമിതി ആരോപിച്ചു. സ്റ്റീലിന് കിലോയ്ക്ക് 15 രൂപ വരെയും സിമന്റ് ബാഗിന് 30 രൂപ വരെയും വർദ്ധിച്ചു. ടൈൽ, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ സാധനങ്ങൾക്ക് 50% വരെയാണ് വിലയുയർന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഒരു ചതുരശ്ര അടിക്ക് 2400 മുതൽ 3000 രൂപ വരെ ചിലവാകുന്ന അവസ്ഥയാണ്. ഇത് ഇടത്തരക്കാരെയും ചെറുകിട കോൺട്രാക്ടർമാരെയും പ്രതിസന്ധിയിലാക്കുന്നു. നിർമ്മാണ സാമഗ്രികളുടെ വില നിയന്ത്രിക്കാൻ പ്രത്യേക നിരീക്ഷണ സംവിധാനം ഏർപ്പാടാക്കുക, കുത്തക കമ്പനികളുടെ ചൂഷണം തടയുക, പരിസ്ഥിതി സൗഹൃദമായ രീതിയിൽ പുഴമണൽ ഖനനം പുനരാരംഭിക്കുക, നിർമ്മാണ മേഖലയെ വ്യവസായമായി പ്രഖ്യാപിച്ച് പ്രത്യേക നയപരമായ പിന്തുണ നൽകുക എന്നിവയാണ് ലെൻസ്ഫെഡ് സർക്കാരിന്റെ മുന്നിലേക്ക് വയ്ക്കുന്ന ആവശ്യങ്ങൾ. പ്രസിഡന്റ് KR പ്രദീപ്, സെക്രട്ടറി ബെൻസി AD, ട്രഷറർ അൻഷുവിൻ ദേവസ്യ തുടങ്ങിയവർ പങ്കെടുത്തു. സർക്കാർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് സംഘടനയുടെ തീരുമാനം. ഈ നിർമ്മാണ മേഖല ഇന്ന് ഏതാണ്ട് വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു പ്രസ് മീറ്റ് സംഘടിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയുടെ തന്നെ നട്ടെല്ലായിട്ട് പ്രവർത്തിക്കുന്നത് നിർമ്മാണ മേഖലയാണ്. നിർമ്മാണ മേഖല മുമ്പെങ്ങുമില്ലാത്ത വിധം വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിർമ്മാണ സാമഗ്രികളുടെ ആകെ വില ദൈനംദിനം അനിയന്ത്രിതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുവാൻ തൊഴിലാളികളില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു. പ്രതികൂലമായ കാലാവസ്ഥ നിർമ്മാണ മേഖലയെ പിറകോട്ടടിക്കുന്നു. ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളിലൂടെയാണ് നിർമ്മാണ മേഖല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിർമ്മാണ മേഖലയിലെ അനിയന്ത്രിതമായ വിലവർധനവും മുൻനിർത്തിക്കൊണ്ട് ലെൻസ്ഫെഡ് സമരപരിപാടികൾക്ക് വളരെ മുൻപ് തന്നെ ആലോചിച്ചിരുന്നതാണ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മളത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ സർക്കാരുകൾ വരുമ്പോഴേക്കും അതിലൊരു തീരുമാനമുണ്ടാകുമെന്ന തരത്തിൽ മാറ്റിവെച്ചതാണ്. എന്നാൽ ഇപ്പോൾ നമുക്ക് മേഖല മുന്നോട്ട് പോകാത്ത തരത്തിലേക്ക് വീണ്ടും പ്രതിസന്ധിയിലേക്ക് എത്തിയ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ വീണ്ടും സമരരംഗത്തേക്കും അധികാരികളുടെ മുന്നിൽ നിവേദനങ്ങളുമായിട്ടൊക്കെ പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നിർമ്മാണ സാമഗ്രികളുടെ വിലക്കയറ്റം എന്ന് പറയുന്നത് പല കാരണങ്ങൾ അവർ മുൻനിർത്തിക്കൊണ്ട് കോപ്പറിൻ്റെ വിലവർധനം അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് സാധനങ്ങളുടെ വില 10% മുതൽ 40% വരെ വർദ്ധിച്ചിരിക്കുകയാണ്. എല്ലാത്തരം നിർമ്മാണ സാമഗ്രികളും ഈ വിലക്കയറ്റത്തിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. നമുക്ക് ലഭ്യമായ പുഴമണലടക്കം ശേഖരിച്ചുകൊണ്ട് പരിഹാരം കാണാമെന്നിരിക്കെ, ആ മണൽ മേഖലയിൽ ഒരു പരിഹാരം കാണാമെന്നിരിക്കെ അതിനാവശ്യമായ യാതൊരു നടപടികളും നാളെ ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല.